ലൈവിൽ പ്രമാദമായൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാഡം നൂറയുടെ കെയർ ഓഫിലുള്ള ഒരു മീറ്റിംഗാണ് നടക്കുന്നത്. ഇന്ന് വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. അതോ ഇനി അനിമോളെ വീണ്ടും കരിവാരി തേച്ച് പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് കുറച്ച് നെഗറ്റീവ് ഇടാൻ വേണ്ടിയുള്ളൊരു മീറ്റിംഗ് ആണോയെന്നും അറിയാൻ വയ്യ. നൂറ അനീഷിനോട് പറയുന്നത് അനീഷ് ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത് തന്നെ അവളെ വെളുപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്ത അക്ബർ അവൾ പറയുന്നുണ്ട് അവൾ ഒരു സമയം കഴിയുക, ഞാൻ വേറൊരു സമയം കഴിയുക. അങ്ങനെ എന്തിനാ ഒരു പ്രിവിലേജ്? ഇത് ബിഗ് ബോസ് ഹൗസാണ്. അവൾ പകുതി കഴിയണം, ബാക്കി ഞാൻ കൂടെ നിന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അത് കഴിയത്തീരും, ജോലി തീരും. അങ്ങനെ അവൾക്ക് തോന്നുമ്പം കഴിവാൻ എന്തുവാ? ഞാൻ വെസലിൻ്റെ ക്യാപ്റ്റനാണ്, ഞാൻ പറയുന്നില്ലേ അവൾ കേൾക്കേണ്ടത്. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ടീമിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ഞാനിനി ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് ഒരു തെറ്റ്. അനീഷേട്ടൻ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. അനീഷ് പറഞ്ഞത് ഞാൻ ക്യാപ്റ്റനോടാണ് ചോദിക്കുന്നത്, അപ്പോൾ ക്യാപ്റ്റൻ മറുപടി പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പറയുമെന്ന് പറയുന്നുണ്ട്. അക്ബർ പറയാണ് നൂറ തെറ്റുകൾ പറഞ്ഞു കൊടുക്കുക, ഇവൾ ചെയ്തത് എന്തൊക്കെയാണ് തെറ്റുകൾ എന്ന് വെച്ചാൽ എന്ത് വലിയ തെറ്റ് ഇവിടെ ചെയ്തേ. ഇത് അവിടെ അമ്മായിയുടെ വീടൊന്നും അല്ല അവൾക്ക് തോന്നുമ്പോൾ ഇട്ടേച്ച് പോകാനെന്ന് ഈ അക്ബർ പറയുക. ഇത്രയും വലിയൊരു ഷോയ്ക്കകത്ത് വന്നിട്ട് ഇത്രയും ക്യാമറകളുണ്ടെന്ന് സ്വയം അറിയാവുന്ന ഇവനൊക്കെ എന്തോ ഇതിലായിരുന്നു വിളിച്ച് പറയുന്ന ഓരോന്ന്. ഡ്യൂട്ടി കിട്ടിയതിന് ശേഷം ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല എന്ന് അനുമോള് പറഞ്ഞെന്ന് അക്ബർ പറയുന്നു. അപ്പോഴേക്കും അതിൻ്റെ വിശദീകരണമായിട്ട് ഷാനവാസ് കാക്ക ഇങ്ങനെ വന്നിട്ട് പറയുകയാണ്, അത് നീ പറയുന്ന കണക്കുള്ള കാര്യങ്ങളല്ലേ ഇവള് ചെയ്യാറ്. ഡ്യൂട്ടി തിരിച്ചു കഴിഞ്ഞുള്ള പാത്രങ്ങളിൽ കുറച്ച് പാത്രം മാത്രം കഴുകി ബാക്കിയുള്ള പാത്രങ്ങളാണ് അവിടെ കഴിവാതെ മാറ്റി വെച്ചേക്കെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് സൈലൻ്റായിട്ട് അനുമോളും അനീഷും ഇരിപ്പുണ്ട്. നീയൊക്കെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ചലിക്കത്തില്ലെന്നുള്ള ഒരു വാശിയാണ് അനുമോൾക്ക് കേട്ടോ. രണ്ടു നേരം ഒരുപോലെ രണ്ടുപേരുടെ ജോലി ചെയ്യാമെങ്കിൽ സുഖമായിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഒരാൾ ഒരു നേരം വേറൊരു നേരം വേറൊരാൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര ബേർഡനാണെന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ അനീഷേട്ടൻ്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് എണ്ണി ചെയ്തിട്ട് അനീഷ് പറയുന്നുണ്ട്, ഇതിനൊന്നും മറുപടി പറയേണ്ട ആളേ അല്ല ഞാൻ. ആ ഒരു മറുപടി എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. സത്യമില്ലേ, അനിമോളുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ റിപ്ലൈ കൊടുക്കേണ്ടുന്ന ആൾ അനീഷ് അല്ലല്ലോ. അനീഷ് എണ്ണീറ്റപ്പോഴത്തേനെ അവൾ പറയാണ്, അതിലെന്ന് പറഞ്ഞവൾ പറയാണ് ആൻസർ ഇല്ല, എനിക്ക് രണ്ടുപേരുടെ കാര്യവും കൃത്യമായിട്ട് അറിയേണ്ടതാണെന്ന് അനീഷ് പറയുന്നുണ്ട്. ഞാനിതിന് റിപ്ലൈ ചെയ്യേണ്ടുന്ന ഒരാളല്ല. ഞങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾ ഈ വീട്ടിലുള്ള അല്ലേന്ന് ഇവൾ ചോദിക്കുന്നത്. ഇവൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ചിലയ്ക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. നൂറയുടെ അടുത്ത് പറയാനല്ലേ അനീഷിനെ എണ്ണീപ്പിച്ച്, അനീഷ് എണ്ണീറ്റെന്ന് പറയാനുള്ളൊരു അവസരം കൊടുക്കണ്ടേ. അടുത്തത് ക്യാപ്റ്റൻ്റെ വേറൊരു പുതുമ, നിങ്ങൾ ചോദിക്കുന്നതിന് എല്ലാത്തിനും ആൻസർ ചെയ്യണമെന്നുള്ള ഇതില്ലെന്ന്. അതെന്താ അതില്ലാത്ത? ഇയാൾക്ക് മാത്രം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ ബാക്കിയുള്ളവരെല്ലാം എന്തോ റേഡിയോ ആണോ? അനീഷ് പറയുന്നുണ്ട് ബാക്കിയുള്ളവർ ഇത്രയും പറയുന്നത് ഞാനിവിടെ കേട്ടു, പക്ഷേ അനിമോൾക്ക് എന്താ പറയാനുള്ളതും കൂടെ എനിക്ക് കേൾക്കണമെന്ന് അനീഷ് പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റ് അനീഷ് പറയുന്നത്. അത് പറഞ്ഞോട്ടെ, അവളെ പറയിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊരു മീറ്റിംഗ് ആകുമ്പം എതിരാളിലേക്ക് പറയേണ്ടുന്ന കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ കേൾക്കണമെന്ന് അനീഷ് പറയുന്നുണ്ട്. ആരും കെട്ടി വെച്ചിട്ടില്ലല്ലോ, വായിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഷാനവാസൊക്കെ വെറുതെ അലമ്പ്, എന്ത് മനുഷ്യനാണ് ഇവനൊക്കെ. ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്ട്രക്ചറുണ്ട്. ഇതൊരു മീറ്റിംഗ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിങ്ങൾ അവരുടെ പി എ ആകുന്ന എന്തിനാ അനീഷ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ആദിലെന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരു നാക്കല്ല, ഒരു 4-5 നാക്ക് ഒരുമിച്ചുണ്ട്. ഇവിടെ 2 വിഭാഗമായ സ്ഥിതിക്ക് ആ 2 ഭാഗവും കേൾക്കാനുള്ള ഇത് വേണം. അതാണ് അനീഷ് പറയുന്നത്. എല്ലാം കൂടെ ഉച്ചയ്ക്കും രാവിലെ എല്ലാം മേക്കിട്ട് കയറിയിട്ട് വൈകിട്ടും അലമ്പെല്ലാം കാണിച്ചിട്ട് പിന്നെ രാത്രിയായപ്പോൾ ഒരു മീറ്റിംഗ്. നാണമില്ലേ ഇവളുമാർക്ക്?